തിരുവനന്തപുരത്തെ പക്ഷിപ്രകൃതി സംഘടനയായ വാർബ്ലേഴ്സ് ആൻഡ് ബേഡേഴ്സും കേരള വനം വന്യജീവി വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പേപ്പാറ വന്യജീവി സംഘത്തിലെ പക്ഷി സർവേയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. അപ്പോൾ ബോണക്കാട് നിന്നും അതിരമല നിന്നും ബോണക്കാട്, അതിരമല നിന്നും അഗസ്ത്യകൂടം പീക്ക്, ഇതായിരുന്നു ഞങ്ങളുടെ പക്ഷി സർവേയുടെ റൂട്ട്. അപ്പോൾ ഈ യാത്ര ഉടനീളം വളരെ സന്തോഷപ്രദമായിരുന്നു. നല്ലൊരു ടീമായിരുന്നു, ടീം വർക്കും. അതോടൊപ്പം പ്രകൃതി രമണീയമായ കാഴ്ചകളും, ലാഫിംഗ് ത്രഷ്, ഷാംപൂ ലാഫിംഗ് ത്രഷ് പോലുള്ള അപൂർവ പക്ഷികളെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ടത്തിലെ രണ്ടാമനായ അഗസ്ത്യ, ഇതൊന്നും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അഗസ്ത്യകൂടം യാത്ര വളരെ മനോഹരമായി തോന്നുന്നത്. തലയുയർത്തി നിൽക്കുന്ന അഗസ്ത്യ നിരകൾ എന്നും മനസ്സിൽ വളരെയധികം സന്തോഷവും വളരെ നല്ലൊരു ഗുഡ് സ്പിരിറ്റും ഉണ്ടാക്കുന്നതാണ് അഗസ്ത്യമല നിരകൾ. ഇവിടുത്തെ പക്ഷികൾ, ഇവിടെ ഒഴുകുന്ന തിളനീർച്ചാലുകൾ, തിളനീരൊഴുക്കുകൾ, അതുപോലെ കാട്ടുനീർച്ചോലകൾ, ഇതെല്ലാം കടന്ന് നല്ലൊരു വന്യതയിലൂടെയുള്ള വനയാത്ര വളരെയധികം കഠിനമായ ട്രെക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും സന്തോഷമുണ്ടാക്കുന്ന ഒരു സ്പിരിറ്റ് നൽകുന്ന ഒരു യാത്രയാണ്. പക്ഷി നിരീക്ഷണവും കൂടിയാകുമ്പോൾ അതൊരു വേറിട്ട യാത്രയും വേറിട്ട ട്രെക്കിങ്ങുമാണ്. ഈ 4 ദിവസങ്ങളും വളരെ നല്ലൊരു അനുഭവമായിരുന്നു അഗസ്ത്യകൂടത്തിൽ പേപ്പാറ വന്യജീവി സംഗീതത്തിലെ അതിലെ പക്ഷി നിരീക്ഷണ അനുഭവങ്ങളെല്ലാം. അട്ടയാർ ബേസ് ക്യാമ്പാണിത്. അട്ടയാറിൽ നിന്നും ഭാരതപ്പള്ളി വഴി ഏഴുമടക്ക് തേരി വഴി അതിരമലയിലേക്കുള്ള ട്രെക്കിങ്ങാണ്. അതാണ് ഏറ്റവും കഠിനമായ ട്രെക്കിങ്. ഈ അട്ടയാറിൽ നിന്നും അതിരമലയിലേക്കുള്ള ഏഴുമടക്ക് തേരി വഴിയുള്ള ട്രെക്കിങ്ങാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമ്മൾ വനത്തിനുള്ളിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലൂടെയാണ് നമ്മൾ അഗസ്ത്യകൂടത്തിൻ്റെ കീഴ്ഭാഗമായ അതിരമലയിലെത്തുന്നത്. സംഘാംഗങ്ങളാണിത്.